സാൽവേഷൻ ഫ്രീ ആണെന്നകത്ത് വന്നിട്ട് ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ നിങ്ങൾ കേൾക്കുന്ന പ്രസംഗം വേദോസ വിരുദ്ധമാണ്. അങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. കാരണം യേശു ക്രിസ്തു ഓടിക്കുന്നത് KSRTC അല്ല. പിന്നെ വിമാനത്തിൽ കയറുന്നത് ഫ്രീ ആണ്, അകത്ത് ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ പോലെയുള്ളൂ. ടിക്കറ്റൊക്കെ എടുത്തവനാണ് ഇതിനകത്ത് കയറേണ്ടത്. അപ്പം ഇതിൻ്റെ ചാർജ് യേശു കൊടുത്തു, ടിക്കറ്റ് യേശു എടുത്തു ബ്രദറെ. പിന്നെ കയ്യും തലയും പുറത്തിടേണ്ട പരിപാടി. നിങ്ങൾ KSRTC ആക്കരുത് യേശുവിനെ. ഇത് ഉയർത്തി പോകുന്ന വിമാനമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു, ഇതിനകത്ത് സേഫ്റ്റിയാണ്. അന്ന് ഞാൻ ആ വാക്യം കൂടെ വായിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മൾ വാക്യം വായിക്കാതെ. ഓക്കെ, അപ്പോൾ എഫേഷ്യൻസ് 2:8 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രവൃത്തികൾ കാരണമല്ല നമ്മുടെ രക്ഷയ്ക്കെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൂടാതെ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. എന്നാൽ ഈ പ്രവൃത്തി കൂടാതെ അകത്ത് നിന്നിരിക്കുന്ന ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മളെ മേഡ് ചെയ്തേക്കുന്നത് തന്നെ നല്ലത് ചെയ്യാൻ വേണ്ടി അങ്ങ് മേഡ് ചെയ്തേക്കാം. ഇപ്പം ട്രെയിൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് റോഡിൽ കൂടെ ഓടാനാണോ? ട്രെയിൻ ഉണ്ടാക്കിയപ്പോഴേ ഓടാൻ ഒരു പാളം ഉണ്ടാക്കിയിട്ടല്ലേ ഓടിച്ച്. അപ്പോൾ എന്നെ ട്രെയിൻ ആക്കിയാൽ ഓടാനുള്ള വഴി ഉണ്ടാക്കി വെച്ചേക്കുക. ഞാൻ ലാസ്റ്റ് നോക്കിക്കോണേ. ദൈവം നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ ഈ മുന്നൊരുക്കിയിരിക്കുന്ന പാത ഓടുക എന്നുള്ളതേ ഉള്ളൂ ക്രിസ്ത്യൻ ലൈഫ്. അതാണ്. ഞാനിപ്പം ലോറൻസ് ബ്രദറിന്റെ മിനിസ്ട്രി ഞാൻ കോപ്പി ചെയ്യാൻ പോയാൽ ശരിയാകത്തില്ല. എനിക്ക് മുന്നമേ ദൈവം, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തി. ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അത് ഗുഡ് എന്ന് പറയുന്നത് ഗോഡ്ലി ആണെങ്കിലേ ഉള്ളൂ. എന്തെങ്കിലും കുറച്ച് നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ പ്ലാനിൽ ആ ട്രാക്കിൽ ഞാൻ നിൽക്കുന്നതാണ് ഗുഡ് വർക്ക്. ഇതിനകത്ത് വലിയൊരു, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു മണിക്കൂറുകൾ ആവശ്യമുള്ളൊരു കാരണം. ഈ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ഇവർ ഈ പ്രവർത്തിയാലുള്ള കൊണ്ടിരുന്നത്. ഈ മാർട്ടിൻ ലൂതർ പറയുന്നൊരു പദമുണ്ട്, ഇഫ് ദർ ഇസ് നോ ജെയിംസ് നോ പ്രോബ്ലം. ജെയിംസ് ഇല്ലായിരുന്നേ പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ ലൂതർ ഒരു കമൻറ്റ് ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്. സോ മാർട്ടിൻ ലൂതറിന് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ വെളിപ്പാട് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ്. പക്ഷേ അത് കോയിൻസൈഡ്, അതിനെ അങ്ങോട്ട് ഈ ഒരു ജെയിംസ് ചാപ്റ്റർ 2 അങ്ങോട്ട് ലിങ്ക് ചെയ്യാൻ പലപ്പോഴും പല ആൾക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. പ്രവൃത്തിയല്ലല്ലോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പക്ഷേ ഇത് തെറ്റാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 15-ന്റെ 6-ാം വാക്യം, നമുക്ക് ആ വാക്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമുക്കതങ്ങ് പറഞ്ഞു പോകാം. അറിയാൻ പറ്റാത്ത വാക്യങ്ങൾ റെഫറൻസ് പറഞ്ഞു പോകാം, കാരണം ദ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ജെനസിസ് ചാപ്റ്റർ 15 പറയുന്നത് അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന്. അത് നീതിയായിട്ട് കണക്കിട്ടിട്ട് ദൈവം അവനോട് പറഞ്ഞു, നിനക്കൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞു. നിന്റെ സന്തതിയെ തരും എന്ന് വാക്തത്വം കിട്ടിയതിൻ്റെ അത് വിശ്വസിച്ചിട്ട് ദൈവം പറഞ്ഞാൽ അത് നീതിയായിട്ട് കണക്കിട്ടു എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നീതിമാനാക്കി. കൗണ്ട് ഹിം as righteous. പക്ഷേ ജെനസിസ് ചാപ്റ്റർ 22 ഏബ്രഹാം വന്നിട്ട് പറയുന്നു തൻ്റെ മകനെ യാഗം നടത്തി. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 15 വിശ്വാസത്താലുള്ള നീതീകരണം നടന്നു കഴിഞ്ഞു. എന്നിട്ട് 22 ഈ ജെയിംസ് ചാപ്റ്റർ 2 പറയുന്നത് 22 ഫെയ്ത്താണ്, വിശ്വാസത്താലുള്ള പ്രവൃത്തിയുടെ കാര്യം. അതായത് നീതീകരിക്കപ്പെട്ടവന്റെ വിശ്വാസത്താലുള്ള പ്രവൃത്തി. ഞാൻ ഇതിനൊരിക്കൽ ഒരു ചെറിയ ചിന്ത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഏകദേശം എത്ര വർഷത്തിന് ഗ്യാപ്പ്? അതായത് ഏറ്റവും കുറഞ്ഞ 50 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഒരു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവന്റെ ഫ്രൂട്ട് വന്നത് ആഫ്റ്റർ 50 ഇയേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ കള്ളം പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ അവിശ്വസിച്ചു, ആഗറിന്റെ കൂടെ പോയി. 2 പ്രാവശ്യം താൻ പരസ്യമായിട്ട് പറഞ്ഞു ഇവളെൻ്റെ ഭാര്യയല്ല സിസ്റ്ററാണെന്ന്. കള്ളം പബ്ലിക്കിൽ പറഞ്ഞു. അത് ഇസ് റെക്കോർഡ് ഇൻ ദ ബൈബിൾ. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് വന്നവൻ ഈ പ്രശ്നങ്ങളിലൂടെ പോയി, വീക്ക്നെസ്സിലൂടെ പോയി, ഫ്രൂട്ട് വന്നില്ല. അയാളിലുള്ള നല്ല പ്രവൃത്തി വന്നത് വർഷം 50 കഴിഞ്ഞു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ദിവസം മുതൽ അദ്ദേഹം അങ്ങ് മാലാഖയെ പോലെ ജീവിക്കണം എന്ന് പറയുന്ന ഉപദേശങ്ങളൊക്കെ റോങ് ആണ്. വിശ്വാസത്തിൽ വളരുമ്പോഴാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. വർഷം 50 കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് നിന്റെ മകനെ കൊണ്ടുവന്ന് യാഗം നടത്താൻ. എനിക്ക് ദൈവത്തിന് തന്നെ മനസ്സിലായി, ജെനസിസ് 15-ാം അധ്യായത്തിൽ വിശ്വാസം നീതീകരിക്കപ്പെട്ടവന് ഈ ഒരു വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ ദിസ് മച്ച് ടൈം, ഈ ടൈം എടുക്കണം. ഈ ടൈം എടുത്തപ്പോഴാണ് ഇവൻ ജയിക്കാൻ പറ്റിയത്. അപ്പം അടുത്തത് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയാലുള്ള നീതീകരണം. നമ്മൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 3-യും റോമാലേഖനം 4-ാം അധ്യായവും വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എടുക്കുന്നത് അബ്രഹാമിനെയാണ്. യാക്കോബ് 2-ാം അധ്യായത്തിൽ എടുത്തേക്കുന്നതും അബ്രഹാമിനെ തന്നെയാണ്. പക്ഷേ 2 വ്യക്തികളും ഈ 2 ആളുകളും എടുത്തേക്കുന്നത് ഒരാളിനെ തന്നെ ആണെങ്കിലും 2 കോണ്ടെക്സ്റ്റാണ്.
ജെനസിസ് ചാപ്റ്റർ 15 ആണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലും റോമാലേഖനം 4-ാം അധ്യായത്തിലും എടുത്തേക്കുന്നത്. അത് വിശ്വാസാല നീതീകരണത്തെക്കുറിച്ചാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഈ പ്രവൃത്തിയാലുള്ള നീതീകരണം യാക്കോബ് എടുത്തിരിക്കുന്നത് ജെനസിസ് 22-ലാണ്. അവിടെയാണ് ഇസാഖന. അപ്പോൾ ഇതിനകത്ത് രസകരമായ ഒരു ട്രൂത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് ഒരു മനുഷ്യൻ ഒരു രാത്രി നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അവൻ വിശ്വസിച്ചതിനാൽ ദൈവം യാതൊന്നും കണക്കിടാതെ അവനെ നീതിമാനാക്കി. അപ്പം എൻ്റെ മനസ്സ് വന്നത്, ഒരു കൊച്ചു മനുഷ്യൻ താഴെ നിന്ന് ഒരു രാത്രി വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ അഖിലാണ്ടം പടച്ച ദൈവം പറഞ്ഞു യു ആർ ജസ്റ്റിഫൈഡ്. അടുത്ത ചോദ്യം, എന്ത് ഉറപ്പുണ്ട് ഈ മനുഷ്യൻ ഈ വിശ്വാസത്തിൽ തുടരുമെന്ന്? മനസ്സിലായോ? ഈ മനുഷ്യൻ ഈ വിശ്വാസത്തിൽ തുടരും എന്നതിന് എന്തുറപ്പ്? 86-ാമത്തെ വയസ്സിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് കാണിച്ച് എന്തോ മകനെ കിട്ടുമെന്നെങ്കിലും ഈ ഭാര്യയിലൂടെ കിട്ടുമെന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ടാണ് ഹാഗറിനെ തിരഞ്ഞെടുത്തത്. സ്വന്തം ബുദ്ധിക്ക് പോയി. അപ്പം ദൈവം എന്ത് ഉറപ്പിൻ്റെ പുറത്താണ് ഈ മനുഷ്യനെ നീതീകരിച്ചത്? പക്ഷേ ഫെയ്ത്ത്, നീതീകരണം വന്നതുകൊണ്ട് അവൻ്റെ വിശ്വാസം ഉറച്ചു. ദൈവത്തിനറിയാം, വിശ്വസിച്ച ഇവൻ നീതീകരിക്കപ്പെട്ടെങ്കിൽ ഞാനിവനെ നീതീകരിച്ചത് കൊണ്ട് ദ പവർ ഓഫ് റൈച്ചസ്നെസ് നീതിയുടെ ഇൻ ഫെയ്ത്ത്. നീതിയുടെ ഫലം അവനെ വിശ്വാസത്തിൽ നിലനിർത്തും. നല്ല പ്രവൃത്തിയായിട്ട്. ആമേൻ. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ മുന്നമേ ഉള്ളത് അബ്രഹാമിന്റെ മകനെ യാഗമായിട്ട് കൊടുക്കണമെന്നായിരുന്നു. അതായിരുന്നു നല്ല പ്രവൃത്തി. ശ്രദ്ധിക്കണം. അപ്പം ദൈവം ഇപ്പം ഇതിനകത്ത് രസമാണ് പിക്ചർ ഇങ്ങനെ. താഴെ നിന്ന് ഇബ്രാഹിം പറഞ്ഞു വിശ്വസിക്കുന്നു, ദൈവം പറഞ്ഞു നീതിമാനാക്കിയിരിക്കുന്നു. അപ്പം കർത്താവേ ഞാൻ വിശ്വസിച്ചു, നീ എന്നെ നീതിമാനാക്കി. 50 വർഷം കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു നീ എന്നെ നീതിമാനാക്കിയത് സത്യമാണെങ്കിൽ ഞാൻ വിശ്വസിച്ചത് സത്യമാണെന്ന് തെളിയിക്കാം. ഫ്രൂട്ട്. നീ അന്ന് 15-ാം അധ്യായത്തിൽ എന്നെ നീതീകരിച്ചത് സത്യമാണല്ലോ, ഞാൻ റൈച്ചസ് എന്ന് പറഞ്ഞ സത്യമാണല്ലോ. അത് സത്യമാണെങ്കിൽ ഞാൻ അന്ന് ആ രാത്രി നക്ഷത്രത്തെ നോക്കി വിശ്വസിച്ചത് സത്യമാണെന്ന് തെളിയിക്കാം. എങ്ങനെ തെളിയിക്കും? നീ തന്ന മകൻ്റെ കഴുത്തിലോട്ട് കത്തി വെച്ച് കാണിക്കാം. വെരി വെരി സ്ട്രോങ് ആണ്. താൻ പ്രാപിച്ച നീതി കറക്റ്റാണെന്ന് താൻ തെളിയിച്ചത് തനിക്ക് ലഭിച്ച വാക്തത്വ സന്ധ്യയുടെ കഴുത്തിലോട്ട് കത്തി വെച്ചിട്ടാണ്. ഫെയ്ത്തിൻ്റെ അഗ്രസീവ്നെസ് ആയത്. കാരണം ഇവിടെ 15-ൽ ദൈവം പറഞ്ഞു നീ റൈച്ചസ്, യു ആർ റൈച്ചസ് എന്ന് പറഞ്ഞു. 22-ൽ അബ്രഹാം പറഞ്ഞു ഞാൻ വിശ്വസിച്ചെന്ന്. അപ്പോൾ ജെയിംസ് പറയുന്നത് ജെനസിസ് 22-നെ ആസ്പദമാക്കി. അപ്പോൾ ഇത് സാൽവേഷന് വേണ്ടിയുള്ള ഫെയ്ത്ത് അല്ല. നമ്മുടെ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ കുറ്റം പറയാനും വിമർശിക്കാനും വാക്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പറക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തും ഉണ്ട്. കാരണം സങ്കീർത്തനം പണ്ട് സഭയിൽ ആരംഭിച്ചാണല്ലോ കുത്തുവാക്യം പറയുക. ഒരു സഹോദരന് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണ്ട് സൂക്ഷിക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാൻ ഈ ഒരു കാര്യം തുറന്നു പറയാൻ പ്രിയരെ, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിനകത്ത് ആനന്ദം കണ്ടെത്തുകയും അതിനകത്ത് ആത്മാവിൽ നിവൃത്തിയിലാകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായിട്ട് ഈ ദൈവനീതി വെളിപ്പെട്ട് അല്ലെങ്കിൽ ഈ മർമ്മത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിക്ക് വേറൊരാളെ കുറിച്ച് പറയാൻ ഇനി സമയമില്ല, അവന് വേദിയില്ല. യേശു അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുവിനെ ഫോക്കസ് ചെയ്ത് മാത്രമേ അവന് സംസാരിക്കാനുള്ളൂ. വേറെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു സഹോദരന്റെ മെസ്സേജ് ഞാൻ 4 മണിക്കൂർ മെസ്സേജ് ആയിട്ട് 15 മിനിറ്റ് വേദവസം പറഞ്ഞു. 4 മണിക്കൂറിനകത്ത് 15 മിനിറ്റ് മാത്രമേ വചനം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സമയം മുഴുവൻ ആക്ഷേപിക്കുകയാണ്. അപ്പം ജോൺ ലോറൻസ് അത് ചെയ്തു, സജിത്ത് ഇത് ചെയ്തു, ജെയിംസ് മേമൻ അത് ചെയ്തു. ഞാനിത് പരസ്യമായിട്ട് പറയുന്നത് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ഞങ്ങളൊക്കെ ഏതോ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഏതോ തിഹാർ ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളാണെന്നുള്ള ധാരണയില്ല. അല്ല സഹോദരങ്ങളെ, ഞങ്ങൾ ഒരു വേർഡ് ഓഫ് ഗോഡ് പ്രസംഗിക്കുമ്പോൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ ഗ്ലോറി പറയുന്നെങ്കിൽ അവരിൽ വ്യാപരിച്ച ആത്മാവ് ദുരാത്മാവാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആക്ഷേപത്തിനകത്ത് ഹല്ലേലൂയ പറയുന്നെങ്കിൽ ഈ വന്നിരിക്കുന്ന ജനത്തിനകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. പിന്നെ ഒരു വേർഡ് ഓഫ് ഗോഡ് കിട്ടാൻ 1 മണിക്കൂർ നമുക്ക് സത്യത്തിൽ 1 മണിക്കൂർ വചനം നമുക്ക് പറയാൻ തികയത്തില്ലല്ലേ. എല്ലാവരും കുറ്റം പറയാൻ നമുക്ക് ഇവിടെ സമയം. അപ്പോൾ നിങ്ങൾ ഗ്രേസിൻ്റെ മെസ്സേജ് ശ്രദ്ധിക്കണം. ഞങ്ങൾ ആക്ഷേപം പറയുകയല്ല, ഞങ്ങൾ കുറ്റം പറയുന്നതിനൊരു മറുപടി പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി ആക്ഷേപം പറയേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ഇവിടെ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം ക്രിസ്തുവിനെ റിവീൽ ചെയ്യാൻ, കർത്താവിൽ ജനം തികഞ്ഞവരായി നിൽക്കുക, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിമർശിക്കുക എന്നല്ല, ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞാൽ പറ്റൂ. ഞങ്ങൾ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ കള്ളന്മാരാന്ന് പറ്റും. ഞാൻ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം പറയാം. ഈ ഒരു വ്യക്തിക്ക്
അവൻ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ബോധമില്ലാഞ്ഞിട്ടല്ല വീണ്ടും വീണ്ടും അവൻ ചെയ്യുന്നത്. പറഞ്ഞാൽ അവൻ അറിയത്തില്ല ഇതിനകത്തുനിന്ന് എങ്ങനെ വെളിയിൽ വരുവാനുള്ള. അത്രേ ഉള്ളൂ. അവനറിയാം അവൻ ചെയ്യുന്ന പാപമാണ്. ഇനി നമ്മൾ ഒരാൾ പ്രസംഗപീഠത്തിൽ നിന്നിട്ട് ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊന്നും പാപത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവൻ തന്നെ അറിയാം. പക്ഷെ അവൻ ഇതിനകത്തുനിന്ന് എങ്ങനെ വെളിയിൽ വരേണ്ടതെന്ന് സൊല്യൂഷൻ അവൻ അറിയത്തില്ല. അത് കൃപയ്ക്കകത്താണ് അതിന്റെ ശക്തി മൊത്തം ഇരിക്കുന്നത്. ഞാനത് മുമ്പൊരിക്കൽ ഒരു ടോക്കിനകത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു ടോക്കുണ്ട്. പോള് പ്രസംഗിച്ചപ്പോൾ അങ്ങനെ തോന്നിയതാ. കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ആരും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ദൈവകൃപ പ്രസംഗിക്കുന്നവരുടെ നേരെയുള്ള ആശയമാണല്ലോ ഇത്. അത് തന്നെ അത് പോള് പറഞ്ഞത് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അതപ്പോൾ റോമൻസ് 3:18 റോമൻസ് 6:15 ഇവിടെ എല്ലാം പോളിനെ തെറ്റിദ്ധരിക്കാം. പോളിന്റെ സുവിശേഷം, പോള് പറഞ്ഞ സുവിശേഷം തെറ്റാണെന്ന് നമ്മൾ ഇന്ന് പ്രസംഗിക്കുവാണെങ്കിൽ ഈ ഒരു റെസ്പോണ്ട് നമുക്ക് നമ്മുടെ കേൾവിക്കാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. പാപം ചെയ്യാൻ ഈ മാർട്ടിൻ ലിയോഡ് ജോൺസൺ എന്ന് പറഞ്ഞൊരു വലിയ തിയോളജൻ ഉണ്ടല്ലോ. മാർട്ടിൻ ലിയോഡ് ജോൺസൺ എന്ന് പറഞ്ഞ തിയോളജൻ, അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷൻ നമ്മുടെയൊക്കെ മീഡിയയിലെല്ലാം ഇങ്ങനെ പിള്ളേർ എടുത്തിടാറുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പാപം ചെയ്യുന്ന ലൈസൻസ് എന്ന ആളുകൾ പറയും നിങ്ങൾ പ്രസംഗിക്കുന്നത് ഒറിജിനൽ കൃപയാണെന്നർത്ഥം. എക്സാക്ട്ലി. ഐ ടോട്ടലി ബിലീവ് ദാറ്റ് എക്സാക്ട്ലി ആ ദൈവിക മർമ്മം വെളിപ്പെടുത്തുമ്പോൾ ഒരു കാർണൽ മാനിന് ആ ഒരു തിങ്കിങ്ങിലോട്ട് വന്നാൽ നമ്മൾ പ്രസംഗിച്ചത് ട്രൂത്ത് ആണെന്നർത്ഥം. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്നത് പോളീൻ ഗോസ്പൽ ആണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്തോണം. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾക്കെല്ലാം ഇച്ചിരൂടെ വേഗത്തിൽ കുറച്ച് മറുപടി പറഞ്ഞു വരത്തുള്ളൂ. കട്ട് ചെയ്ത് ഫ്രെയിം ഇച്ചിരൂടെ താക്കണം കേട്ടോ അച്ഛാ. അപ്പം രക്ഷ സൗജന്യമാണ്, പ്രവൃത്തികൾ അതിന് കാരണമല്ല. അത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വന്ന വിഷയമാണ്. അപ്പം വിശ്വാസത്താലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയല്ല, രക്ഷിക്കപ്പെട്ടതുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. നീതിമാന്റെ പ്രവൃത്തി അവൻ്റെ ഫലമാണ്, നീതിയുടെ ഫലങ്ങളാണ്. നീതിയുടെ ഫലങ്ങൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലും നീതിയുടെ ഫലം കായ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീതിയുടെ ഫലം. അപ്പം നീതിയുടെ ഫലം എന്ന് പറയുന്നത് അവൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ അതിൽ നിന്ന് വ്യക്തമാക്കാം. ഈ റോമാലേഖനം 4-ാം അധ്യായത്തിൽ വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വിതൗട്ട് കോസ്, കാരണം കൂടാതെ നീതീകരിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. റോമാലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിനകത്ത് കാരണം കൂടാതെ നീതീകരിക്കപ്പെടുന്നൊരു വാക്യമുണ്ട്. കാരണം കൂടാതെ, അതിന് പ്രവൃത്തി കൂടാതെയല്ലോ വിശ്വാസ നീതി. 4:3 അധ്യായത്തിലുണ്ട്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ട്. പ്രവർത്തിക്കുന്നവന് എന്തെങ്കിലും ദൈവം ചെയ്യുവാണെങ്കിൽ അത് കടം കൊടുക്കും, ലോണാണ്. ദൈവം അതിന് കടക്കാരനാകും. കാരണം ഞാൻ പ്രവർത്തിച്ചു, ദൈവം എനിക്ക് തന്നു. കൃപ എന്ന് പറയുന്നത് കടമല്ല, സൗജന്യമാണ്. പ്രവർത്തിക്കുന്നവന് നീതി കണക്കിടുന്നത് കടമായിട്ടാണ്. അപ്പം പ്രവർത്തി കൊണ്ട് ദൈവം കടക്കാരനായി. അപ്പം ആ കടം ദൈവം വീട്ടുന്നു. അപ്പം ഈ പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അതാന്ന് തോന്നുന്നു എബ്രായർ 6 പറഞ്ഞിരിക്കുന്നത് ഡെഡ് വർക്ക്സ്. ആക്ച്വലി അത് ഡെഡ് വർക്ക്സ് ആണ്. ആക്ച്വലി ഈ അടിസ്ഥാന ഉപദേശം എന്ന് പറയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ഒരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലല്ല അടിസ്ഥാനോപദേശം. എബ്രായർ 6:1 പറയുന്നു അടിസ്ഥാനോപദേശം പറയാം. ഇതാണ് അടിസ്ഥാനം. അടിസ്ഥാനോപദേശത്തിലെ 1-ാമത്തെ ഉപദേശം മാനസാന്തരം വിശ്വാസമല്ല. അടിസ്ഥാനോപദേശത്തിലെ സഭയുടെ അടിസ്ഥാനോപദേശത്തിലെ 1-ാമത്തെ ഉപദേശം നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരമാണ്. അപ്പൊ ഡെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാല് മനുഷ്യൻ സ്വയമായിട്ട് അവന്റെ സ്വയം എഫർട്ട് ചെയ്യുന്ന പ്രവൃത്തി, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നതാണ് ഡെഡ്. ജീവനില്ലാത്ത പ്രവൃത്തിയുണ്ട്. ദൈവത്തിന്റെ ജീവൻ അകത്തുനിന്ന് വരാത്ത പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തി. മോട്ടിവേഷൻ കറക്റ്റ് അല്ലാത്ത പ്രവൃത്തി. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക, ദാറ്റ് ഈസ് ഡെഡ് വർക്കാണ്. പ്രതിഫലം വാങ്ങാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക, ഡെഡ് വർക്കാണ്. അകത്ത് കറക്റ്റ് ഓപ്പൺ ഹാർട്ടിൽ നിന്ന് വരാത്ത പ്രവൃത്തി ഡെഡ് വർക്കാണ്. മാനം ലഭിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി ഡെഡ് വർക്കാണ്. ഒരു 10-12 നമുക്ക് പറയാനുണ്ട്. ഇതിൽ നിന്നാണ് വാസ്തവത്തിൽ നിന്ന് മാനസാന്തരം വരേണ്ടത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ അല്ലാത്ത പ്രവൃത്തി, വിശ്വാസത്തിൽ നിന്ന് വരാത്ത ഏത് പ്രവൃത്തിയും ഡെഡ് വർക്കാണ്. അതാണ് ഇന്ന് സഭയ്ക്ക് അത് ക്ലിയർ ആയിട്ട്. സഭയുടെ ഫൗണ്ടേഷൻ എഴുതി വെക്ക്. സഭയുടെ ആദ്യത്തെ അടിസ്ഥാന ഉപദേശം 1-ാമത്തത് നിർജീവ പ്രവൃത്തിയെ വിട്ടുള്ള മാനസാന്തരമാണ്. ഇതാണ് മാനസാന്തരം. അല്ല, സഭയ്ക്ക് മാനസാന്തരവും വിശ്വാസ സ്നാനവും അല്ല അടിസ്ഥാനം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള അവിടെയാണ് ചർച്ചിന്റെ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ കിടക്കുന്നത്. അത് കൃപയിൽ വന്ന ഒരാൾക്ക് ഈ നിർജീവ പ്രവൃത്തിക്ക് അകത്തുനിന്ന് മാനസാന്തരം താനെ വന്നോണ്ടിരിക്കും ഓട്ടോമാറ്റിക്. കാരണം നമുക്ക് പ്രവൃത്തിയാലല്ല, ഇത് ഓട്ടോമാറ്റിക് വരുമല്ലേ. എനിക്ക് കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു ഫ്രൂട്ട് വരാൻ. റൈച്ചസ്നെസ് എൻ്റെ അകത്ത് ഇങ്ങനെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ആക്ച്വലി. അപ്പം ഞാൻ ഒരു കാര്യം നമ്മളിവിടെ വ്യക്തമാക്കേണ്ടത്, മനുഷ്യൻ്റെ പ്രവൃത്തിയാലാണ്. ഞാൻ ഒരു സഹോദരൻ അതിന് കൊടുത്ത ഒരു
വളരെ ദുർവ്യാഖ്യാനം, അത് വളരെ എല്ലാവരും കൈയടിച്ച് വാങ്ങിച്ച ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ പ്രവൃത്തിയൊന്നും വേണ്ട, ബസ്സിൽ കയറാൻ ടിക്കറ്റ് എടുക്കേണ്ട, സൗജന്യം വന്ന് കെട്ടിയിട്ട് അകത്തെടുത്ത് ടിക്കറ്റ് എടുക്കുന്ന മാർഗ്ഗമല്ല യേശുവിൻ്റെ മാർഗ്ഗമെന്ന് ജനം അറിഞ്ഞാൽ നല്ലത്. കാരണം അത് യേശുവിൻ്റെ മാർഗ്ഗമല്ല, വേറെ ഏതെങ്കിലും മാർഗ്ഗമായിരിക്കും. സൗജന്യമാണെന്ന് പുറത്ത് പറഞ്ഞാൽ അകത്തും സൗജന്യം തന്നെയാണ്. അകത്ത് വരുമ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയോ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയോ നിത്യതയിൽ പോകാൻ വേണ്ടിയോ പ്രവൃത്തി ചെയ്യണമെന്നല്ല ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്തെ സൽപ്രവൃത്തി ദൈവം മുന്നൊരുക്കിയതും അത് അവനിൽ വെളിപ്പെട്ടിരിക്കുന്ന നീതിയുടെ ഫലങ്ങളുമാണ്. ഇനിയും ജീവിക്കുന്നത് അവനവന് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി. അതെ, ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഈ മക്കൾ വരുന്നത്, അല്ലാതെ ഫ്രൂട്ട് വരുന്നത്. അത് പ്രൊഡക്റ്റാണ് അവരുടെ. യേശു ഞാനും കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് എൻ്റെ നല്ല പ്രവൃത്തികൾ. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അടുത്തവന് കോഴിക്കോട് വെക്കാൻ പൈസ കൊടുക്കുന്നതും കൊച്ചിനെ കെട്ടിക്കാൻ 10,000 രൂപ കൊടുക്കുന്നത് അതല്ല സൽപ്രവൃത്തി. അതല്ല സൽപ്രവൃത്തി. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കണം. അത് മുന്നമേ ദൈവം ഒരുക്കി വെച്ചേക്കുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോമാലേഖനം 4-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരണവും, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യം. കാരണം നിത്യതയിലെത്തിയപ്പോഴും ദൈവം പറയുന്നത് ആ സഭയ്ക്ക് കിട്ടാൻ, സഭയ്ക്ക് ശുഭ്രവും ശുദ്ധവുമായ വസ്ത്രം ലഭിപ്പാൻ യോഗ്യത ലഭിച്ചെന്നല്ല, കൃപ ലഭിച്ചിരിക്കുന്നതാണ്. അതും അൺമെറിറ്റഡ് ഫേവറാണ്. എന്നിട്ട് താഴെ പറയുകയാണ് അത്. അപ്പം ആ ശുഭ്രവസ്ത്രം ഏതാ? ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അപ്പം നീതിപ്രവൃത്തികൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, റിവാർഡിന് വേണ്ടിയാണ്. പ്രിയരെ ശ്രദ്ധിക്കണേ, പ്രതിഫലം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല നീതിപ്രവൃത്തി. സ്വർഗത്തിൽ ചെല്ലുന്നത്, നീതിപ്രവൃത്തി ചെയ്യുന്നവൻ സ്വർഗത്തിൽ ചെന്നാൽ അവന് ലഭിക്കുന്നത് സൗജന്യമായിട്ട് ലഭിക്കുന്നതല്ല, അവൻ്റെ പ്രവൃത്തിയാൽ ലഭിക്കുന്ന പ്രതിഫലമാണ്, റിവാർഡാണ്. ഇറ്റ്സ് നോട്ട് അതൊരു ദൈവത്തിൻ്റെ ദാനമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഉടുപ്പ് കിട്ടുന്നെങ്കിൽ അത് നമ്മൾ ഇവിടെ ചെയ്ത നീതി പ്രവൃത്തിയുടെ ഫലമാണ്. അതെന്ന് പറഞ്ഞാൽ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കൃപയിൽ നമ്മൾ എന്തുമാത്രം ആ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്നതാണ് നീതിപ്രവൃത്തി എന്ന് പറയുന്നത്. നീതിപ്രവൃത്തി. ഇതിനകത്ത് വേറൊരു ഉദാഹരണമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഒത്തിരി ആക്ഷേപിക്കുന്നൊരു വാക്യമുണ്ട്. ഈ 12 യേശുക്രിസ്തുവിൻ്റെ യേശു പറഞ്ഞൊരു ഉപമയ്ക്കകത്ത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾ എടുക്കണം. രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് അതൊത്തിരി കൃപയെ ആക്ഷേപിക്കാൻ വേണ്ടി ഒക്കെ പറയുന്നൊരു ഒരു ഒരു ഉപമ. ആ ഉപമയെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ അത് വിരുന്നുശാല, സ്വർഗരാജ്യം തൻ്റെ മകന് വേണ്ടി വിരുന്ന് ഒരുക്കിയിരിക്കുന്ന രാജാവിന് തുല്യം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ ക്ഷണിച്ചു, ആരും വന്നില്ല. 3 പ്രധാന കാറ്റഗറിൻ്റെ അവരാരും വന്നില്ല. അവസാനം തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ തൻ്റെ വേലക്കാരെ വിളിച്ചിട്ട് പൊതുസ്ഥലത്ത് പോയി ആളുകളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇവർ അകത്തോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഓരോ വസ്ത്രം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരു വസ്ത്രം കൊടുത്തിട്ടുണ്ട്. ആ വസ്ത്രം ചിലർ പറയുന്നത് കൃപയാണ്. അത് കൃപയുടെ വസ്ത്രം ഒന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, റൈച്ചസ്നെസ്. അത് അവിടെ വസ്ത്രം എന്ന വാക്കിൽ ഓവർകോട്ടെന്നാണ്, ഔട്ടർ ഗാർമെൻറ്റാണ്. അപ്പോൾ ഈ തെരുവിൽ കിടക്കുന്ന ഭിക്ഷക്കാരനും റോഡിൽ കിടക്കുന്ന ഈ ദരിദ്രനും കീറിയ ഉടുപ്പുമായിട്ടാണ് വരുന്നത്. അപ്പോൾ രാജാവിൻ്റെ പന്തിക്കകത്ത് വരുമ്പോൾ എല്ലാവരും കുളിച്ച് ഉടുപ്പ് മാറി വേറൊരു ഉടുപ്പിടാനല്ല പറഞ്ഞേക്കുന്നത്. അതിനുള്ള സമയമില്ല. എല്ലാവരും കുളിപ്പിക്കുന്നതല്ല ഈ കല്യാണവേദി എന്ന് പറയുന്നത്. വരുന്നവനകത്തിരുന്ന് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കാൻ ഈ കുളിപ്പിച്ചിട്ട് അകത്ത് കയറ്റിയെന്നല്ല, ഉടുപ്പിട്ട് അകത്ത് കയറ്റിയെന്ന്. അപ്പോൾ ഇവരുടെ കീറിയ ഉടുപ്പ് അകത്ത് കിടപ്പുണ്ട്. ദിസ് ദ ട്രൂത്ത്. കീറിയ ഉടുപ്പ് അകത്തിട്ടിട്ട് ഒരു നീതിയുടെ രാജകീയ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടായി ഭിക്ഷക്കാരനെ പിടിച്ച് അകത്തിരുത്തിയേക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ എൻ്റെ ഒരു തമാശയ്ക്ക് പറയാറുണ്ട്, നിശ്ചയമായിട്ടും ആ ഉടുപ്പിടാതെ നിന്നത് ഒരു മലയാളിയായിരിക്കും. ഞാൻ പറയാറുണ്ട് മലയാളിയായിരിക്കും മിക്കവാറും ആ ഉടുപ്പിടാതെ ഉടുപ്പ് വേണ്ടാന്ന് പറഞ്ഞവൻ. അവൻ നോക്കിയപ്പോൾ കാണാം അവൻ നല്ല ഏതെങ്കിലും ഡിഗ്ജാമിൻ്റെയോ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബ്രാൻഡിൻ്റെ ഒരു സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ആ തെരുവിൽ നിന്ന്. അപ്പോഴാണ് അവൻ ഈ വിളി കേട്ടത്. അവൻ്റെ സ്വന്തം കാശ് കൊടുത്ത് അവൻ വാങ്ങിച്ച നല്ല 1-ാം ഉടുപ്പ്. അവൻ നോക്കിയപ്പോൾ കാണാം കീറിയ ഉടുപ്പിട്ടവന് വേണ്ടിയായിരിക്കും രാജാവ് ഈ നല്ല ഉടുപ്പ് കൊടുത്തെന്നുള്ള ധാരണയിൽ അവൻ രാജാവ് കൊടുത്ത ഉടുപ്പിനേക്കാൾ വലുതാണ് അവൻ്റെ ഉടുപ്പെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തിരുന്നു. അപ്പോഴാണ് രാജാവ് ചോദിച്ച് ഉടുപ്പിടാതെ അവനെ എഴുന്നേക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രധാന വിഷയം, ഈ ദൈവത്തിൻ്റെ നീതിയാലല്ലാതെ ഈ പന്തിക്കകത്തിരിക്കാൻ ഒരുത്തിന് പറ്റത്തില്ലെന്ന്. സ്വയനീതിക്കാരനെ അവിടുന്ന് പുറത്താക്കുന്ന. അത് കൃപ കളഞ്ഞു കുടിച്ചവനല്ല അവൻ സ്വയനീതിക്കാരനാണ്. അവൻ്റെ വസ്ത്രം മതി രാജാവിൻ്റെ പന്തിയിൽ ഇരിക്കാൻ എന്ന ചിന്തയിലിരുന്നത് കൊണ്ടാണ് ഇവനെ
രാജാവ് പുറത്താക്കി കളഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ അച്ഛാ? രാജാവ് പുറത്താക്കി കളഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്, ലീഗലിസമാണത്. എനിക്ക് എല്ലാം കൂടെ നമുക്ക് ഒരു ഷോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഫണ്ടമെൻ്റലായി നമ്മൾ പഠിപ്പിച്ചു വരുന്ന വിഷയങ്ങളാണ്. അവിടെ സ്വയനീതിക്കാരനാണ്. എനിക്കൊന്ന് അവൻ വിചാരിച്ചാണ് അപ്പം ഞാൻ തെരുവിൽ നിന്ന് വന്നേക്കുന്നു, എൻ്റെ ശരീരം മൊത്തം അഴുക്കും വ്രണമൊക്കെയാണ്. അച്ഛൻ ഒരു നല്ല വലിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്നേക്കുക. അച്ഛൻ നല്ലൊരു സൂട്ടൊക്കെ ഇട്ട് നല്ല മാന്യമായൊരു വസ്ത്രം, ലക്ഷറിയസ് വസ്ത്രം ധരിച്ച് വന്നേക്കുക. നമുക്ക് രണ്ടുപേർക്ക് സുവിശേഷത്തിൻ്റെ വിളി വന്നു. ഞാൻ വന്ന് അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ എനിക്കൊരു ഉടുപ്പ് വന്നു. അപ്പം ഞാൻ എൻ്റെ മുഷിഞ്ഞ വേഷത്തിൻ്റെ പുറത്ത് ആ രാജാവ് തന്ന ഉടുപ്പെടുത്തിട്ട് അച്ഛൻ നോക്കിയപ്പോൾ കാണാൻ മുഷിഞ്ഞ വേഷമല്ല. അപ്പോൾ അച്ഛൻ വിചാരിച്ചെന്ന് പറയും, ആ ഉടുപ്പ് അഴുക്കുടുപ്പുള്ളവനുള്ളതാണ്. എനിക്ക് അഴുക്കില്ലാത്ത ഉടുപ്പല്ലേ അല്ലേ, എൻ്റെ സ്വയനീതിക്കകത്തുണ്ടല്ലോ. കർത്താവ് നോക്കിയപ്പോൾ കാണാം, സത്യത്തിൽ കർത്താവ് കണ്ടത് കറ പുരണ്ട തുണി ഇട്ടേക്കുന്ന ഒരുത്തൻ്റെ അകത്തിരിക്കുന്നു. അവൻ ആരാന്ന് ചോദിച്ചത്. ഉടുപ്പ് ധരിക്കാത്തവെന്നുള്ള ചിന്ത എങ്ങനെ വന്നറിയോ? മനുഷ്യൻ്റെ സ്വയനീതി കറ പുരണ്ട തുണിക്ക് തുല്യമാണ്. അപ്പോഴാണ് ആ രാജപന്തിക്കകത്ത് ഒരുത്തൻ മാത്രം രക്തക്കറ പുരണ്ട അഴുക്ക് പറ്റിയ ഉടുപ്പിട്ടോണ്ടിരിക്കുന്നത്. അവനടുത്ത് പുറത്തു കളയാൻ പറഞ്ഞു. അവൻ സ്വയനീതിക്കാരനാണ്. വാസ്തവത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പോലും ദൈവത്തിന്റെ നീതിയാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതി മാത്രം. അപ്പം ഈ ദൈവം കൊടുക്കുന്ന ഉടുപ്പ് കൊടുത്തിട്ട് ആ സ്വർഗത്തിൽ പോകുന്നത്, അതാ ട്രൂത്ത്. സ്വന്തം ഉടുപ്പ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്വന്തം ഉടുപ്പ് കൊണ്ടുപോകാൻ നരകത്തിലേ പോകത്തുള്ളൂ. ദൈവം കൊടുത്ത് ഉടുപ്പിട്ടവരാണ് സ്വർഗത്തിൽ പോകുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പുത്തൻ ഉടുപ്പ് കിട്ടും. അത് ഈ ഉടുപ്പിട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ച ഞാൻ ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലമാണ്, റിവാർഡ്. അത് തന്നെയാണ് ഐ ഓൾവേസ് തിങ്ക് ദിസ് വേ. ലൈക്ക് വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഈ 12 മൂപ്പന്മാരും അവർക്ക് കിരീടം കിട്ടുമ്പോൾ ആ കിട്ടുന്ന കിരീടം എടുത്ത് താഴോട്ട് വെക്കുന്ന, യേശുവിന്റെ കാൽപാദത്തിലേക്ക് വെക്കുന്നത്, അതാണ് യഥാർത്ഥ കൃപയെന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് മൊത്തം നമ്മളെ യേശുവിന്റെ കൃപയാൽ. ഞാനിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തെങ്കിൽ അതിന് എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. എനിക്കകത്ത് യേശു ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ ചെയ്യുന്നത്. ആ പ്രവൃത്തിക്ക് അത് കർത്താവിന്റെ പ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് തന്നെ യേശു പറഞ്ഞത്, ഞാനൊന്നും സ്വയമേ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പിതാവ് എന്നിൽ പ്രവർത്തിക്കുന്നു. വലിയ സത്യമാണ്. പിതാവ് ചെയ്ത് കാണുന്ന അത്രേ ഞാൻ ചെയ്യുന്നതെന്ന് യേശു പറഞ്ഞു. ഇതേ കാര്യം കർത്താവ് നമ്മളിൽ ചെയ്യുന്നത് നമ്മൾ വെളി ചെയ്യുന്നു. കർത്താവ് എൻ്റെ അകത്തിന് സ്നേഹിക്കുന്നു, ഞാൻ ആളെ സ്നേഹിക്കുന്നു. എക്സാം കർത്താവിൽ നിന്ന് ലഭിച്ചത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഫ്രൂട്ട്സ് ആണ്. പ്രവർത്തികൾ എന്ന വിഷയവുമായിട്ട് നമുക്ക് തൽക്കാലം ആ ഭാഗത്തു നിന്ന് ഒരു വിരാമം ഇടണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ബാക്കിയുള്ള പഠനങ്ങളിൽ വ്യക്തമാകും. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തി യാതൊരു കാരണവശാലും ബാധകമല്ല. എന്നാൽ നമ്മളെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൽപ്രവർത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പോൾ സൽപ്രവർത്തി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മുന്നമേ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്രീഡെസ്റ്റൈൻ പ്ലാൻ ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്നതാണ് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത്. ആ പ്രീഡെസ്റ്റിൻ പ്ലാന് നമ്മൾ കർത്താവിൽ മനസ്സിലാക്കി അത് ഫുൾഫിൽ ചെയ്യുക. അത് വേറൊരാളുടെ കോളിങ്ങിൽ ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് എന്നെ ദൈവമാക്കിയിരിക്കുന്നത് ഏതൊരു പർപ്പസിന് വേണ്ടിയാണെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് എൻ്റെ ജീവിതകാലത്തിൽ കർത്താവിൽ കൂടെ ഞാൻ അത് ഫുൾഫിൽ ചെയ്യുന്നതാണ് റിവാർഡ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അകത്തെ ഫ്രൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വെളി വരികയാണ്. അത് എഫർട്ട്ലെസ് ആണ്. ഇറ്റ്സ് എ ഫ്രൂട്ട്. അതിനകത്ത് നമുക്ക് യാതൊന്നും പ്രശംസിക്കാനില്ല. ഇറ്റ്സ് ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്. സോ ഐ വോണ്ട് ടു, ഞങ്ങൾ ഇനി പ്രധാനമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നിലവിൽ ഒരുപാട് സ്കാൻഡൽസ് ഉണ്ട്. എല്ലാം കൂടെ പറയാൻ നമുക്ക് ഒത്തിരി ടൈം എടുക്കും. പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാൻ ആശിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ തൻ്റെ ഒരു വീഡിയോയിൽ ആദ്യകാല സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, 1990 മുതലാണ് ഈ ഗ്രേസ് മൂവ്മെൻറ്റ് രംഗത്ത് വന്നത്. 90 ഗ്രേസ് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നൊരു സമൂഹം രജിസ്റ്റർ ചെയ്തെന്നും 91 അമേരിക്കയിൽ. അപ്പോൾ ഗ്രേസിൻ്റെ ആളുകൾ 91 വന്നേ. അതിലെ യൂഫ്രട്ടീസ് നദിയിൽ ദൂതനെ അഴിച്ചു വിട്ടുകൊണ്ടുള്ള കഥയാണെന്നാണ് പറയുന്നത്. ദൂതൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഗ്രേസ് മൂവ്മെൻറ്റ് രംഗത്ത് വന്നത്. ആക്ച്വലി അത് തന്നെ തെറ്റാണ്. വേദോസമൊക്കെ പ്രസംഗിക്കുകയും പബ്ലിക്കിൽ പറയുകയും ചെയ്യുന്നവർ എൻസൈക്ലോപീഡിയ വായിക്കാൻ കഴിവുള്ള ആളുകൾ പുറത്തുണ്ടെന്നുള്ള കൂടെ ഒരു ബോധത്തിൽ വേണം പറയാൻ. എൻസൈക്ലോപീഡിയയിൽ, വിക്കിപീഡിയയിൽ ഗ്രേസ് സൊസൈറ്റി, ഇവാഞ്ചലിക്കൽ സൊസൈറ്റി രംഗത്ത് വന്നത് 1986, 91 അവിടെ തന്നെ ആ ഒരു 1986 സാൽവേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്ന ട്രൂത്തുമായിട്ട് ഈ ഗ്രേസിൻ്റെ ആളുകൾ പബ്ലിക്കിൽ രംഗത്ത് വരുന്നത്. അതിന് മുമ്പ് ഇത് പ്രസംഗിച്ചിട്ടുണ്ടെന്നല്ല, ഇറ്റ് ഈസ് ട്രൂ. പക്ഷേ ഗ്രേസ് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയുടെ കാര്യം, ഗ്രേസ് വാസ് പ്രീച്ചിങ് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അതൊരു തെറ്റാണ്, അത് റോങ് ഇൻഫർമേഷനാണ്, ജനങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് പറയേണ്ടി വരികയാണ്. രണ്ടാമത്തെ ആരോപണം, ഇത് നിക്കലോവരുടെ ഉപദേശമാണെന്ന്. ഈ ഗ്രേസ് എന്ന് പറയുന്നത് നിക്കലോവരുടെ ഉപദേശമാണ്. നിക്കലോവിയർ എന്ന് പറയുന്ന, നിക്കലോവർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, നിക്കലോവിറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ
സബ്ഡ്യൂ ആൻഡ് റൂൾ എന്നാണ്. ഉം. ജനങ്ങളെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നതാണ് ഈ നിക്കലോവരുടെ ഉപദേശം. അതാണ്. അല്ലാതെ ഈ യേശു ഫിയർ ഒരു ഫിയർ ജനിപ്പിക്കുക, ഡോമിനേറ്റ് ചെയ്ത് ഭരിക്കുക. ഇന്ന് നമ്മുടെ സഭകളിൽ കാണുന്ന പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സ് നിക്കലോവരുടെ ഉപദേശമാണ്. ഈ കാതലിക്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പോപ്പ്, അത് കഴിഞ്ഞിട്ട് കർദിനാള്, അത് കഴിഞ്ഞിട്ട് എന്തുവാ പിരമിഡ് സ്ട്രക്ചർ, അതായത് ബാബിലോൺ സ്ട്രക്ചറാണ്. അപ്പോൾ മുകളിൽ ഒരാൾ നിൽക്കുന്നു, അതിൻ്റെ താഴെ അതിൻ്റെ സബ് നിൽക്കുന്നു, അതിൻ്റെ സബ് നിൽക്കുന്നു, ലാസ്റ്റ് കൊണ്ടുവന്ന് കുറച്ച് ജനം കാണുന്നു. ഒരു ജനത്തിൻ്റെ മുകളിൽ ഇത്രയും വലിയൊരു പിരമിഡ് വെച്ചാണ് പണിയുന്നത്. ദിസ് ഈസ് എ നിക്കലോവരിസ് ഉപദേശം. ഇപ്പം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് യേശു പറയുന്നുണ്ട് നിക്കലോവരുടെ ഉപദേശം ഞാൻ പകയ്ക്കുന്നു എന്ന് കർത്താവ് പറയാൻ കാരണം അങ്ങനെ അത് കൈക്കൊള്ളുന്നത് നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് യേശു 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകമല്ല പറഞ്ഞത്. നിക്കലോയിഡ്സ് എന്ന് പറയുന്നത് റൂളിംഗ് ആൻഡ്, അപ്പോൾ ജനങ്ങളെ അടിമത്തമാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന നിയമമാണ് ഈ നിക്കലോയിഡ്സ്. വാചകത്തിൽ ഗ്രേസ് ജനങ്ങളെ ഭയപ്പെടുന്നതല്ല, ശരീരത്തിന്റെ അവയവങ്ങളാണ്. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ ഞാൻ ഭരിക്കുകയാണോ? അവൻ എൻ്റെ സഹോദരനല്ലേ, അവൻ മ്യൂച്വൽ ഫെലോഷിപ്പ് ആണ്. ആക്ച്വലി മ്യൂച്വൽ ലൈഫ് ഷെയറിംഗ് ആണ്, യൂണിറ്റി വിത്ത് ഷെയറിംഗ് ആണ്. Because I cannot live without you, you cannot live without me. We are the body parts. അപ്പം ഞാൻ ആ ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട ആ സീനിയർ മാൻ ഓഫ് ഗോഡ് അദ്ദേഹം പറഞ്ഞ ആ ഒരു വിഷയത്തെ നിക്കലോയിഡ്സിൻ്റെ ഉപദേശമാണ് ഗ്രേസ് എന്ന് പറയുന്ന. ജനങ്ങൾ വേദോസമോ അല്ലെങ്കിൽ ഈ ചരിത്രമൊക്കെ വായിക്കാത്ത ആളുകൾക്ക് ഒരു പക്ഷേ അതൊരു സത്യമായിട്ട് തോന്നും. കാരണം തലനരച്ചവർ പറഞ്ഞാൽ എല്ലാം സത്യമാണെന്നൊരു ധാരണയുള്ളതുകൊണ്ട്, അങ്ങനൊരു ധാരണ കാരണം ഇത് പറയുന്നവരൊക്കെ തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പറയാം, നിക്കലോവരുടെ ഉപദേശം അല്ല കൃപയുടെ ഉപദേശം. അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്ന ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ ഇറ്റ്സ് നോട്ട് നിക്കലോവരിസിൻ്റെ ഉപദേശം. ഇത് റൂളിംഗ് ആണ്, ജനങ്ങളെ സബ്ഡ്യൂ ചെയ്ത് ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന ഇന്നത്തെ ആത്മീക സമൂഹത്തിൽ കാണുന്ന രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ നിക്കലോവരുടെ ഉപദേശം. അത് യേശു വെറുക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആക്ച്വലി ഗ്രേസ് എന്ന സമൂഹം വാസ്തവത്തിൽ വന്നത് തന്നെ നിക്കലോവരുടെ ഉപദേശം മനമടുത്തതുകൊണ്ടാണ്. ഞാൻ കൃപ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഇവിടുത്തെ രാഷ്ട്രീയം കണ്ട് മനമടുത്തതുകൊണ്ടാണ്. എനിക്ക് നിക്കലോവരുടെ ഉപദേശത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഐ ക്യാൻ സ്റ്റേ ദെയർ. ഇപ്പം ഞാൻ പറയുന്നത് മൊത്തം 2000 പേര് വിശ്വാസി കേട്ടോണം, നീ വേദോസം പോലും തുറന്നു നോക്കരുത്. അപ്പോൾ എൻ്റെ ഉപദേശം നീ കേൾക്കണം, നീ അപ്പുറത്ത് ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന ആ ഒരു റൂളർഷിപ്പാണ് നിക്കലോവരുടെ ഉപദേശം. സോ പ്രിയ സഹോദരങ്ങളെ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. എനിക്ക് വേറെ ഭാഗങ്ങൾ ഒരുപാട് എടുത്ത് ഖണ്ഡിച്ച് അത് പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഗ്രേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെൻറ്റ്, എനിക്ക് ആ ഗ്രേസ് എന്ന പദത്തേക്കാൾ പറയാൻ ഇഷ്ടം ന്യൂ കവനൻ്റ് എന്ന പൊതുവീഞ്ഞ. ന്യൂ കവനൻ്റ് ഉപദേശം നിക്കലോവരിസിൻ്റെ ഉപദേശം അല്ല. ന്യൂ കവനൻറ്റിൽ ഒരിക്കലും ചർച്ച് പിരമിഡ് അല്ല. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, കൗൺസിൽ മെമ്പേഴ്സ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, ലോക്കൽ പാസ്റ്റർ, പിന്നെ സാധാ പാസ്റ്റേഴ്സ്, പിന്നെ പാവപ്പെട്ട വിശ്വാസി. ഇത് ബാബിലോണാണ്. ക്രിസ്തു തലയും അവൻ്റെ ശരീരങ്ങളാണ്. ഇതാണ് ഒറിജിനൽ. ലോകത്തിൽ ആരെയും തലയാക്കി വെച്ചിട്ടില്ല, ക്രിസ്തു തല. അതുപോലെ ഞാൻ അതിനകത്ത് ഒരു ഈ പിതാവെന്ന് വിളിക്കരുത് ബൈബിളിൽ വാക്യമുണ്ട്. ഞാൻ ഈ ചില ആളുകൾ പ്രസംഗിക്കുന്നത് അപ്പച്ചന്മാരുടെ കാലഘട്ടത്തിൽ അത് നടന്നു, അപ്പച്ചന്മാരുടെ പെട്ടി ഞാൻ ചുമന്നു, അപ്പച്ചന്മാരുടെ ചെരുപ്പ് ഞാൻ എടുത്തു എന്നൊക്കെ പറയാനുണ്ട്. ബൈബിൾ പറയുന്നു ഡോണ്ട് കോൾ എനിബഡി ഫാദേഴ്സ്. നമുക്ക് പിതാവ് ഒന്നേ ഉള്ളൂ. നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയാൻ ഇവിടെ ഒരു മനുഷ്യന് അധികാരമില്ല. ഞാനിപ്പോൾ എൻ്റെ പിതാക്കന്മാരുടെ കാലം, എൻ്റെ പിതാവ് ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഞാൻ വല്ലവരുടെ അപ്പൻ്റെ പേരിൽ എൻ്റെ അപ്പനെ ആക്കേണ്ട ആവശ്യമുണ്ട്. സോ ഈ പാരമ്പര്യം എടുക്കരുത്. ഞാൻ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം, ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറയുന്നത് ഇത് വേദപുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ച് ഞാൻ കേൾപ്പിക്കാം. കാരണം മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഇതിനെ ഒരു ബൈബിൾ ഒരു രീതിയുണ്ട്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു യോഹന്നാൻ്റെ അടുക്കൽ സ്നാനം കഴിപ്പിക്കാനായിട്ട് വന്ന പരീശന്മാരോട് യോഹന്നാൻ പറഞ്ഞൊരു പാദമുണ്ട്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത് എന്ന് പറഞ്ഞാൽ, ഈ വന്നു നിൽക്കുന്നവരുടെയൊക്കെ മനസ്സിലെ ചിന്ത ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്നാണ്. ചിലർ ഇപ്പം നമ്മുടെ ഇടയിലുണ്ട്, ചിലർ പറയുന്നത് ഞങ്ങൾ കെ ഇ അബ്രഹാമിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കുക്കു സാഹിബിൻ്റെ മക്കളാണ്, ഞങ്ങൾ ഏതോ ഇന്ന അപ്പച്ചന്മാരുടെ ടി ജി ഉമ്മച്ചാൻ്റെ മക്കളാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇവരെ നോക്കിയിട്ടാണ് ഈ യോഹന്നാൻ പറഞ്ഞേക്കുന്നത് എന്തുവാ, ഈ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറയാൻ തുനിയരുത്. ഇപ്പം ഇവിടുത്തെ പ്രസംഗകർ പറയും ഞങ്ങൾ അപ്പച്ചന്മാരുടെ, ഈ അപ്പച്ചന്മാർ ജീവിച്ചതിൻ്റെ ഒരു കോണിഷം ഇവർ ജീവിക്കുന്നില്ല. ഇവർ വാസ്തവത്തിൽ അന്നത്തെ ആ കാലഘട്ടത്തിലെ ആ പ്രായമുള്ള മനുഷ്യർ ജെന്യൂൻ സത്യത്തിന് വേണ്ടി നിന്നവർ. അവര് വെളിപ്പാട് കിട്ടിയ തലമുറയാണ് കഴിഞ്ഞ തലമുറ. എന്നാൽ ഇന്ന് വെളിപ്പാടില്ലാതെ ജന്മം കൊണ്ട് ഇതിനകത്ത് അങ്ങനെയാണ്. അവരുടെ ഫോട്ടോ മാത്രം കണ്ടവരാണ്, അനുഭവം അവർക്കാണ്. ഇത് ഞാൻ ഈ പണ്ടൊരു പറയുന്ന ഒരു ഉദാഹരണം എടുക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈ നാട്ടിലൊരു രീതിയുണ്ട്, ഒരു നായ എന്തെങ്കിലും കണ്ടാൽ കുറയ്ക്കും, ബാക്കിയുള്ള മുഴുവൻ നായയും കേട്ട് കുറയ്ക്കും.
ഇതാണ് സത്യത്തിൽ ഒരു നാട് മൊത്തം നായ കുരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ നായോട് ചോദിക്കാം, നീ എന്തിനാണ് കുറച്ചെന്ന് ചോദിച്ചാൽ പറയാം, ആ കുരയ്ക്കുന്ന കണ്ടിട്ടാണ് ഞാൻ കുറച്ചത്. അപ്പോൾ ഒരുത്തൻ കേട്ട് കുറച്ചു. ഇതിനകത്ത് ഒരുത്തൻ മാത്രമേ കണ്ട് കുറച്ചിട്ടുള്ളൂ. അവൻ കുര നിർത്തത്തില്ല, മറ്റവൻ കുറച്ച് നേരം കഴിയുമ്പോൾ തൊണ്ട കഴിക്കുമ്പോൾ അങ്ങ് നിർത്തും. ഈ കണ്ട് കുറച്ചവൻ അനുഭവസ്ഥനാണ്. അപ്പോൾ ഏതോ അപ്പച്ചൻ അനുഭവിച്ചിട്ടാണ്. ഇത് കണ്ടിട്ട് കിടന്ന് കുറയ്ക്കുമ്പോൾ അതിനകത്ത് ആധികാരികമായ കുറയല്ലത്. അതാണ് നമ്മൾ കൃപായുഗത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൃപയിലേക്ക് വന്നു. കൃപ എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. അത് അനുഭവത്തിൽ കൂടെ മാത്രം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇതിന്റെ വിടുതൽ അറിയത്തുള്ളൂ. അല്ലാതെ മെന്റൽ അസെന്റിൽ കുറച്ച് നോളജ് കൊണ്ട് അതിന്റെ ഡെലിവറൻസ് മനസ്സിലാക്കത്തില്ല. അത് അകത്തൊരു വെളിപ്പാടായിട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിക്ക് അറിയാം കൃപയിലാണ് ശക്തി ഇരിക്കുന്നത്. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഉള്ള വിടുതല് ആ കൃപയുടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ യേശുവിലുള്ള ആ വിടുതലാണ്. അത് റൂട്ടിനെ അപ്രൂട്ട് ചെയ്യുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കൊക്കെ എന്തെങ്കിലും കാര്യം നേടാനാണോ ഇതിനകത്ത് നിൽക്കുന്നത്? ഇപ്പോൾ ഗ്രേസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് വേണ്ടി, ഒരു ട്രൂത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഇവിടുത്തെ ബഹുസഹസ്രം ജനം നമുക്കെതിരാണ്. നിലവിൽ നിൽക്കുന്ന സമൂഹം മൊത്തം എതിരാണ്. 600 പാസ്റ്റേഴ്സിൻ്റെ ബന്ധം എനിക്കുണ്ടായിരുന്നു. 600 പാസ്റ്റർമാരുമായിട്ട് വന്നു. 600 പേര് നമുക്ക് ശത്രുക്കളായി. 600 പേര് ഇന്നലെ കണ്ടവർ മിണ്ടാതായി. അപ്പോൾ ഇതുകൊണ്ട് മാനുഷികമായിട്ടൊരു നേട്ടമൊന്നുമില്ല നമുക്ക്. പക്ഷേ ഇത് വിട്ടുകളയാൻ ആത്മാവിൽ സമ്മതിക്കുന്നില്ല ഒരിക്കലും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഗ്രേസ് പ്രസംഗിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി അല്ല. ഗ്രേസ് ഒരു സത്യമാണ്. അല്ല, ഞാനൊരു കാര്യം പറയാതെ, ഇപ്പം ഗ്രേസ് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശുവിൽ ഇരുത്തപ്പെട്ടവനാണ്. ഞാൻ സ്വർഗത്തിന്റെ സിറ്റിസൺ ആണ്, ഭൂമിയിൽ അംബാസഡറായിട്ട് അയക്കപ്പെട്ടവനാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തപ്പെട്ട ഞാൻ ഇനി എന്താ അതിൽ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, ഇത് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നത് വെറും അതൊരു ഉപമാലങ്കാരമാണെന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് ഇതിനകത്ത് തിയോളജിയന്മാർ. അപ്പോൾ അവരെടുത്ത് നമുക്ക് ഇനി കൂടുതൽ ഈ വിഷയത്തിൽ പോകാതിരിക്കുന്നേ ബെസ്റ്റ്. നമ്മുടെ ആത്മാവിൽ ഞാൻ ആരാണെന്ന് സ്പിരിച്വൽ പൊസിഷൻ, ഐ ആം സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. കർത്താവിൻ്റെ കൂടെ ഞാൻ സ്വർഗ്ഗസ്ഥലത്ത് ഇരിക്കുക. എൻ്റെ സ്പിരിച്വൽ പൊസിഷൻ, ഞാൻ ജഡത്തിൽ ഭൂമിയിലാണ്. എന്തിനാ? ആ പർപ്പസ് നിറവേറ്റാനാണ് എൻ്റെ ഈ ലോകത്തിലെ. അറിയാം നമുക്ക് എഫെസ്യർ 2-ാം അധ്യായത്തിനകത്ത് സ്വർഗ്ഗസ്ഥലത്തിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. ഞാൻ എന്നെ വളരെ ചേഞ്ച് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ്. സ്വർഗത്തിലുള്ളത് ഞാൻ കാണാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ ഞാൻ കാണാൻ തുടങ്ങുമ്പോൾ ഭൂമിയിലുള്ള എല്ലാത്തിനെയും കുറിച്ചുള്ള അട്രാക്ഷൻ അങ്ങ് പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ലോക സ്നേഹത്തിൽ നിന്ന് നമ്മൾ വിട്ടുപിരിയുന്നത്. ഒരു തീരുമാനം കൊണ്ടല്ല, ഇതൊരു വെളിപ്പാട് കൊണ്ട് അകത്തുനിന്ന് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പിന്നെ ലോകത്തിൽ കാണുന്നതൊന്നും പൗലോസ് പറഞ്ഞ പോലെ ചപ്പ് ചവറ് എന്ന് എണ്ണുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുന്നത് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണെന്നുള്ള ബോധവും ഞാൻ ഐക്യപ്പെട്ടവനാണ്, ഇവിടെ ഇരിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ്, എൻ്റെ ഓരോ നിമിഷങ്ങളും എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അവനറിയാം അവൻ്റെ ഓരോ നിമിഷത്തിൻ്റെ വാല്യൂ അവനറിയാം. അവൻ ആരാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, യഥാർത്ഥ വേർപെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നൊരു വേർപാട് യഥാർത്ഥ വിശ്വാസി അവൻ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റത്തില്ല, ലോകക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവൻ അറിയാം അവൻ ആരാണ്. പൊസിഷനിൽ അവൻ ആരാന്ന് ബോധ്യം അവൻ വന്നു കഴിഞ്ഞു. ഓൾറെഡി അവൻ്റെ അകത്തും മാറ്റങ്ങൾ രൂപാന്തരം വന്നു കഴിഞ്ഞു. ആക്ച്വലി പ്രിയ സഹോദരങ്ങളെ, ആരുടെയോ ഏതോ അപ്പച്ചൻ്റെയൊക്കെ ആത്മീയത്തിൽ നിങ്ങൾ നിൽക്കരുത്. നമുക്ക് നമ്മുടേതായ ഒരു അറിവും ഒരു വെളിപ്പാടും വേണം. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തെ ഞങ്ങൾ തൽക്കാലം വിടുകയാണ്. നിങ്ങൾ തന്നെത്താൻ ദൈവവചനം വായിക്കണം. സ്വന്തമായിട്ട് പറയാൻ എന്തെങ്കിലും വേണം. അപ്പച്ചൻ പറഞ്ഞൊന്നും പറയാതെ സ്വന്തമായിട്ട് പറയാനുള്ളൊരു ബോധ്യം വേണം. മൂന്നാമത്തെ ഒരു ആരോപണം അതിനകത്ത് പറഞ്ഞേക്കുന്നത് പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര കോപിക്കുന്ന ദൈവമാണെന്നും പുതിയ നിയമത്തിലെ ദൈവം മേഴ്സിഫുള്ളായ ദൈവമാണെന്നും അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവത്തെ വേണ്ട, പുതിയ നിയമത്തിലെ ദൈവത്തെ മതിയെന്ന്. അത് ഈ സൺഡേ സ്കൂൾ പിള്ളേർ പറയുന്ന ഒരു അങ്ങനെ ആക്ഷേപമാണ്. അതാണ് ആക്ഷേപം. നമ്മളിപ്പം പഴയ നിയമത്തിലെ ദൈവം ആംഗ്രി ഗോഡ്, പുതിയ നിയമത്തിലെ ദൈവം മേഴ്സിഫുൾ ഗോഡ്. ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. അത് കംപ്ലീറ്റ്ലി റോങ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ അല്ലെ തന്നെ ദൈവത്തിന്റെ കോപം റിവീൽ ചെയ്തത് ന്യായപ്രമാണം കൊടുത്തേ, പിന്നെ അതിന് മുമ്പേ അങ്ങനെ ദൈവത്തിന്റെ കോപം കാണിച്ചിട്ടില്ല. സൃഷ്ടിച്ചപ്പോൾ ദൈവം കോപിച്ചു. അപ്പൊ നമ്മളൊരു ചെറിയൊരു ന്യായപ്രമാണ കാലഘട്ടത്തിലെ ദൈവത്തെ ആണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ആദം മുതൽ മോശ വരെയുള്ള ദൈവം കോപിച്ചിട്ടുണ്ടോ ഉണ്ടായിരിക്കാം, എന്നാലും ദൈവത്തിന്റെ കോപം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെളിപ്പെട്ട് ദൈവം ബൈബിളിലെങ്ങും ദൈവം മുൻകോപി എന്ന് എഴുതിയിട്ടില്ല. ദൈവം സ്നേഹമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ്സ് നേച്ചർ ഈസ് ലവ്. പിന്നെ വൈ ഗോഡ് ഈസ് ആംഗ്രി? ബിക്കോസ് ഓഫ് ദ ലോ. ലോ കാരണമാണ്.
because God is just. അപ്പോൾ ദൈവം നീതിമാനായതുകൊണ്ടാണ് ദൈവത്തിന്റെ കോപം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരാളിങ്ങനെ നമ്മൾ കാണിക്കുന്ന പോലെ ഒരു കോപം അല്ല ആക്ച്വലി. ദൈവത്തിന്റെ കോപം അവൻ്റെ നമുക്ക് അറിയിക്കാൻ പറ്റത്തില്ല. റൈച്ചസ്നെസ്സിൻ്റെ ഒരു പാർട്ടാണ്. നമുക്കത് കോപമായിട്ട് തോന്നുന്നതാണ്. നമുക്കത് കോപമായിട്ട് തോന്നുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ റൈച്ചസ് ആക്റ്റാണ്. റൈച്ചസ്നെസ് വന്നത് ലോ വന്നതുകൊണ്ടാണ്, നിയമം വന്നതുകൊണ്ടാണ് നീതി നടപ്പാക്കേണ്ടി വന്നത്. അല്ലാത്തപ്പോൾ ഫംഗ്ഷൻ ദൈവത്തിൻ്റെ ഇതായിരുന്നല്ലോ, ഗ്രേസിലായിരുന്നല്ലോ. ലൈഫിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ദൈവം തന്നെ അൺമെറിറ്റഡ് ഫേവറിലാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ലോ രംഗത്ത് വന്നപ്പോൾ തന്നെ ദൈവം അതനുസരിക്കാതെ അവരെ കാണുമ്പോൾ ദൈവത്തിന് ലോ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. നീതിമാനായ ജഡ്ജിന് നീതി നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പം ഒരു ജഡ്ജി അവിടെ ഇരുന്നിട്ട് അവൻ കുറ്റക്കാരനാണ് 12 വർഷം തടവിൽ വിചാരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതികൂട്ടി നിൽക്കുന്ന പ്രതി പറയും ഇതെന്തൊരു കോപിയായ ജഡ്ജി എന്ന് പറയുന്നത്. ജഡ്ജി കോപിച്ചത് ആ ആളിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന മാറാത്ത നിയമം കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഞാൻ കണ്ടത്, ഇസ്രായേൽ മക്കള് സീനായി പർവ്വതത്തിൽ ന്യായപ്രമാണം ലഭിക്കുന്ന 10 കൽപ്പന ലഭിക്കുന്നിടം വരെയും അനേക പാപങ്ങൾ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം ശിക്ഷിച്ചിട്ടില്ലായിരുന്നു അന്ന്. എന്നാൽ ഈ ന്യായപ്രമാണം സീനായി പർവ്വതത്തിൽ മോശയിൽ കൂടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാ ചെറിയ അടിക്കും, എല്ലാ ചെറിയ സിനിനും അടി അന്നേരം കിട്ടും. ഒരു രസകരമായ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇവര് 10 പ്രാവശ്യമാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പെറുപിറുത്തത്. അവിശ്വസിച്ചെന്നാ ഒറിജിനൽ അനുസരണക്കേട് കാണിച്ചാൽ അവിശ്വസിച്ചെന്നാ 10 പ്രാവശ്യം. മോശ 1 പ്രാവശ്യം. മോശയ്ക്ക് 1 പ്രാവശ്യം കൊണ്ട് പോകാൻ പറ്റാതായി. ഇവർ 10 പ്രാവശ്യം ഇവർക്ക് കൊടുത്തു, 10 ചാൻസ് കൊടുത്തു. ഈ 10-നകത്ത് 5 എണ്ണം പ്രമാണം കിട്ടുന്നതിന് മുമ്പ് 5 എണ്ണം പ്രമാണത്തിന് കറക്റ്റ് ഡിവൈഡ് ചെയ്തേക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ 5 എണ്ണം കട്ടിയുള്ള വെറുപ്പ്. എന്നിട്ട് ദൈവം അന്ന് ശിക്ഷിച്ചില്ല. അതെന്താ ചോദിച്ചാൽ അബ്രഹാമിക് കവനന്റ് they were under the law, the covenant of Abraham. That's grace. Grace ആയിരുന്നു. പിന്നെ അതിന്റെ സൈഡായിട്ട് പിന്നെ ഈ ലോ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഒരു മെയിൻ കവനന്റ് അല്ല. നിലവിലുണ്ടെന്ന അബ്രഹാമിന്റെ കവനന്റിന്റെ കൂടെ ഇത് വന്ന് ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയരെ, ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്ന മൊത്തം ന്യായപ്രമാണമല്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ അബ്രഹാമിനെ കൊടുത്ത ഉടമ്പടി നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് ലംഘനം ഹേതുവായി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ്. അപ്പം നിലവിൽ എബ്രഹാമിൻ്റെ കവനനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വന്ന് ഇത് കൂട്ടിച്ചേർത്തു. ഒത്തിരി എക്സ്പ്ലനേഷൻ വേണ്ടതാണ്, നമുക്കൊരു പഠനത്തിന് സമയം ഒതുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വാക്ക് സമയമില്ല. എബ്രഹാമിക് കവനൻ്റെ കൂട്ടത്തിൽ വന്ന് ലോയുടെ കൂടെ വന്ന് ആഡ് ചെയ്തു. ഇതിനെ മാറ്റിയില്ല, ഇതിൻ്റെ കൂടെ വന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. കൂട്ടിച്ചേർക്കണേ എന്തെങ്കിലും ഓർമ്മ വേണ്ടേ? എന്താ നിലവിലുള്ളത്? എബ്രഹാമിക് കവനൻ. എബ്രഹാമിക് കവൻ്റെ കൂട്ടത്തിൽ ന്യായപ്രമാണത്തിൻ്റെ കവനൻ്റ് ഒരുമിച്ച് പാരലായിട്ട് ജനിച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് മുഴുവൻ ഈവൻ 1500 വർഷം ന്യായപ്രമാണം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പാരലായിട്ട് എബ്രഹാമിക് കവനൻറ്റും ഉണ്ട്. മോശ പ്രമാണം കിട്ടിക്കഴിഞ്ഞ ശേഷം ദൈവം അവരെ തെറ്റ് ചെയ്തപ്പോൾ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അത് 3000 പേര് കൊല്ലപ്പെട്ട ശേഷം ദൈവം ഇവരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ പറയുന്നു, മോശ നീ മാറി നിൽക്കും, ഞാൻ നിന്നെ ജാതി ആക്കിക്കോളാം, ഞാൻ ഇവരെ നശിപ്പിക്കും. അത് വേറൊരു കോണ്ടസ്റ്റാണ്. ഇത് ഇവർ ദൈവത്തോട് ഇങ്ങനെ പിറുപിറുത്തപ്പോൾ ദൈവം ഇവരോട് പറയുന്നുണ്ട്, ഞാനിവരെ നശിപ്പിക്കാൻ പോവാ, നീ ഒന്ന് മാറിത്താം. അപ്പം മോശ പറയുന്നത്, ഞാൻ എൻ്റെ പേരങ്ങ് വായിച്ച് കളഞ്ഞേര്, എന്നാൽ ഇവരെ കൊള്ളരുത്, നീ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഓർക്കണമെന്ന്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. അതായത് സീനായിലൊരു പ്രമാണം വന്നപ്പോൾ ദൈവം അതിനടുത്ത് കളഞ്ഞിട്ടില്ല, അതിനെ എടുത്ത് പാരലായിട്ട് നിർത്തിയിട്ട് പറയുന്നു, ഇത് പാരലായിട്ട് ഇവിടെ ഉണ്ട്, ലോ ഇവിടെ ഉണ്ട്. എബ്രഹാമിന്റെ എറ്റേണൽ കവനന്റ് ഇതാണ്. ഇതിപ്പോൾ ആഡ് ചെയ്തതാണ്. ഇതിപ്പം യേശുക്രിസ്തു വരുമ്പോൾ ഈ ലോ അങ്ങ് പൊക്കോളും. യേശുക്രിസ്തു വരുന്നത് ഈ നിയമത്തെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ്. കർത്താവ് വരുന്നത് വരെ വിശ്വാസം